യുദ്ധത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഒറ്റയ്ക്കല്ല. സ്ഥാനാർത്ഥി വന്നതോടെ എല്ലാ വിവാദങ്ങളും അവസാനിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെയെന്നും VS ജോയ് ചോദിച്ചു. കൈവിട്ടു പോയ UDFന്റെ ഉരുക്കുകോട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെയും. ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് UDFന്റെ പ്രവർത്തകരുണ്ട്. സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, പിണറായി വിജയൻ നിലമ്പൂരിൽ മത്സരിക്കാൻ അജിംസിലേക്കാണ് വീണ്ടും അജിംസ. VS ജോയ് ഉയർത്തിയ അതൃപ്തിയൊക്കെ അദ്ദേഹം തന്നെ മറന്ന് അദ്ദേഹം അനുസരണയുള്ള പാർട്ടി പ്രവർത്തകനായി കൂടെ അപ്പോഴും നിമിഷം അത് കിട്ടുന്നത് പോരട്ടെ എന്ന തരത്തിലുള്ള ഒരു വിലപേശൽ 2 ദിവസത്തെ സമയമൊക്കെ UDF നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അൻവറിന്റെ ഒരു വിലപേശൽ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ട എന്ന തീരുമാനവുമായിരിക്കുന്നു. ഇനി തരത്തിലുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുക്കുമോ, അതോ അൻവർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി അൻവർ തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണോ സാധ്യത? അതായത് അൻവർ 2 ദിവസത്തെ സമയമാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസത്തെ സമയം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോടും തൃണമൂലിന്റെ ദേശീയ നേതൃത്വം അൻവറിന് മത്സരിക്കാനുള്ള അനുമതി തൃണമൂലിന്റെ ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. തൃണമൂൽ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് കുറച്ച് വോട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർക്ക് വലിയ കാര്യമാണ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവി ഈ മത്സരവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഇരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കുമോ വേണ്ടോ എന്നാണ് അദ്ദേഹം തീരുമാനിക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതാവസ്ഥയിൽ അൻവറിന്റെ കൂടെയുള്ളവർക്ക് തന്നെ തൃപ്തിയുണ്ട്. എന്നാൽ ഇതാണ് മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കാരണം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ ഇനിയും തയ്യാറായിട്ടില്ല. അവർ തയ്യാറാവും എന്ന് കരുതാനും വയ്യ. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെയും മറ്റും പ്രതികരണങ്ങളിൽ നമുക്കതാണ് മനസ്സിലാവുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് മറ്റൊരു തടസ്സം എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ VV പ്രകാശുമായി ബന്ധപ്പെട്ടാണ്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിന്റെ തോൽവിക്ക് കാരണം ആര്യാടൻ ഷൗക്കത്താണ് എന്ന് VV പ്രകാശിനോടൊപ്പമുള്ള ചില ആളുകൾ എങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം VV പ്രകാശിന്റെ കുടുംബം സന്ദർശിക്കാനിരുന്നതാണ്. കാരണം ഇന്നലെ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതാണ്. പക്ഷേ ആ സന്ദർശനം ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം ഈ ചുങ്കത്തറയിലുള്ള കോൺഗ്രസ് ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. VV പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. VV പ്രകാശിന്റെ ഒരു ലെഗസിയെ താൻ അഡ്രസ് ചെയ്തു. അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, VV പ്രകാശിന്റെയും ആര്യാടൻ മുഹമ്മദിന്റെയും ലെഗസി ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നത്. അത്തരത്തിലുള്ള എതിർപ്പുകൾ പാർട്ടിക്കകത്ത് VV പ്രകാശിനായകളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. അദ്ദേഹം അവരുടെ കുടുംബ വീട് സന്ദർശിക്കാനുള്ള നേരത്തെ തീരുമാനം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതുപോലും ഏതെങ്കിലും പ്രതിബന്ധങ്ങളെ തുടക്കത്തിൽ തന്നെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആര്യാടൻ ഷൗക്കത്ത് ശ്രമിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും തുടക്കത്തിൽ വന്ന പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് പ്രചാരണ രംഗത്തൊക്കെ സജീവമാകുകയാണ്. ഇനി LDF സ്ഥാനാർത്ഥി ആരാണ് എന്നറിയണം. PV അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണെന്ന് അറിയണം. അങ്ങനെ നിലമ്പൂർ രാഷ്ട്രീയപരമായി വളരെ സജീവമായി ചർച്ചകളിൽ മുന്നിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.